അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണം, അനന്തര ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ മയ്യിത്ത് സംസ്കരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ചയൊക്കെ പറഞ്ഞത്. മരണം വരെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മരണശേഷം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എല്ലാ മേഖലകളിലും അതിൻ്റെതായ ആദാബുകളും മര്യാദകളുമുണ്ട്. എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതവുമായി മരണവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അനുവർത്തിക്കാനുള്ള പാലിക്കാനുള്ള ആദാബുകൾ മര്യാദകൾ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായി വ്യക്തമായി പരിശുദ്ധ ദീൻ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാം കൈവിട്ട കൂട്ടത്തിൽ മയ്യിത്ത് സംസ്കരണത്തിന്റെ സദാചാരങ്ങൾ ഇന്ന് നാം കൈവിട്ട് നമുക്കത് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേവലം കേട്ടുപോയാൽ പോരാ, ശ്രദ്ധയോടെ മനസ്സിലാക്കി ഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. എങ്കിലേ ഇത് ഫലവത്താവുകയുള്ളൂ. പറയുന്ന കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് ചോദിക്കാം. ന്യായമായ സംശയങ്ങൾക്ക് പിറ്റേ ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് മറുപടിയും പറയാം. പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു, മറുപടി പറയുകയും ചെയ്തിരുന്നു. ഇനി മനസ്സിലാകാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ അതും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമാണ്. മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഇരു കണ്ണുകളും അടക്കുക എന്ന കർമ്മമാണ് പിന്നെ ചെയ്യാനുള്ളത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യിത്തിന്റെ ഇരു കണ്ണുകളും തുറക്കപ്പെട്ട നിലയിലായിരിക്കും ഉണ്ടാവുക. അത് അടച്ചു വെക്കുക. عن أم سلمة رضي الله عنها قالت دخل رسول الله صلى الله عليه وسلم على أبي سلمة وهو ميت وقد شق بصره فأغمضه. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ അവിടത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മഹദി ഉമ്മു സലമാ ബീവി പറയാൻ. ആരാണ് ഈ ഉമ്മു സലമാ ബീവി? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട പ്രവാചക പത്നിമാരിൽപ്പെട്ട അവിടത്തെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണ് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് വഫാത്തായി പോയി. അബൂസലമ എന്ന് പറയുന്ന സഹാബി വര്യൻ ഉഹദിൽ നിന്ന് മാരകമായ മുറിവേറ്റുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു പോന്നത്. ആ മാരകമായ മുറിവ് മൃത്യുവിന്, മരണത്തിന് കാരണമായി തീർന്നു. ഏതാനും ദിനങ്ങൾ ശയ്യയിൽ കിടന്ന് അബൂസലമ റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിച്ചു. ആ ധീര രക്തസാക്ഷി മരണപ്പെടുന്ന സമയത്ത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അബീ സലമ. അബൂ സലമ എന്നവരുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി പറയുകയാണ്, എന്റെ പ്രിയതമന്റെ വേർപാടിന്റെ സമയത്ത് നബി തങ്ങൾ അവിടെ എത്തി. ഉടനെ തന്നെ എന്റെ പ്രിയതമൻ അന്ത്യശ്വാസം വലിച്ചു. മയ്യിത്തായി കിടക്കുന്ന എന്റെ ഭർത്താവിന്റെ ചാരത്ത്, മയ്യിത്തിന്റെ അടുക്കൽ നബി തങ്ങൾ വന്നു നിൽക്കുമ്പോ വഖദ് ശുഖ ബസറുഹു, അബൂസലമയുടെ എന്റെ ഭർത്താവിന്റെ രണ്ട് കണ്ണുകളും തുറക്കപ്പെട്ട അവസ്ഥയിലാണ്. ഫഅഗ്മളഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആദ്യമായി ഇത് കണ്ടപ്പോൾ ചെയ്തത് ആ രണ്ട് കണ്ണുകളും അടച്ചു വെച്ചു. ഫഅഗ്മളഹു സുമ്മ ഖാല, എന്നിട്ട് ഈ കണ്ണ് തുറക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള രഹസ്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മയ്യിത്ത്, മരണപ്പെടുന്ന വ്യക്തി രണ്ട് കണ്ണുകളും തുറന്നു നോക്കുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ കാരണമാണ് തുടർന്ന് പറഞ്ഞത്. ഇരു കണ്ണുകളും അവിടത്തെ കൈകൊണ്ട് അടച്ചു വെച്ചിട്ട് സുമ്മഖാല, നബി തങ്ങൾ പറഞ്ഞു. ഉമ്മു സലമാ ബീവി പറയാൻ, ഈ ഉമ്മു സലമാ ബീവി അബൂസലമ എന്ന സഹാബിയുടെ വഫാത്തിന് ശേഷം വിധവയായി.
ബാല്യത്തിലും കൗമാരത്തിലും എത്തി നിൽക്കുന്ന ഒട്ടനവധി മക്കളുള്ള ഒരു സഹോദരിയായിരുന്നു അത്. അങ്ങനെ തികച്ചും വിധവയായി മക്കളെ അനാഥരാക്കിക്കൊണ്ട ആ മനുഷ്യനാ സ്വഹാബി മരണപ്പെട്ടു പോയപ്പോ ഒറ്റപ്പെട്ടു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. എന്ത് ചെയ്യും? ഈ അവസരത്തിൽ പ്രമുഖ സ്വഹാബി വര്യന്മാരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വിവാഹം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു. ബഹുഭാര്യത്വം പെണ്ണിന് സംരക്ഷണം നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞതാണത്. അനേകം മക്കളുള്ള ഈ വിധവയ്ക്ക് ഞങ്ങൾ സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മുന്നോട്ട് വന്നപ്പോ ഉമ്മു സലമ ബീവി പറഞ്ഞു, വേണ്ട, എനിക്കിനി വിവാഹം വേണ്ട, കാരണം ഞാൻ ക്ഷീണിച്ച സ്ത്രീയാ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ കരുത്തന്മാരായ ആളുകളുടെ ഭാര്യയായി നിലകൊള്ളാനുള്ള ആരോഗ്യവും മാനസികാവസ്ഥയും എനിക്കില്ലാത്തത് കൊണ്ട് ഈ വിവാഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് സന്തോഷപൂർവം നിരസിക്കുകയാണ് ഉമ്മു സലമ ബീവി ചെയ്തത്. പിറകെ ഈ വിധവക്കും അനാഥ മക്കൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി ആ ഭാരിച്ച ഭാരം മുത്തുനബി തങ്ങൾ തന്റെ ചുമലിൽ വഹിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മു സലമ ബീവിയെ പിറകെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. എന്താകട്ടെ, എന്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെടുന്ന സമയത്തുണ്ടായ രംഗം കണ്ണുകൾ അടച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു. ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസറു. ആത്മാവ് പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോ അവസാനമായി കണ്ണിലൂടെയാണ്, കണ്ണിന്റെ ഭാഗത്തുള്ള റൂഹിനെയാണ് പിടിക്കുക. കണ്ണിന്റെ റൂഹിനെ കൂടി പിടിച്ചങ്ങ് പുറത്തേക്ക് പോയാൽ തബിഅഹുൽ ബസറു, കണ്ണ് അതിനെ പിന്തുടരുകയാണ്. ഐനാളിറൻ ഇലർ റൂഹി ഐന തദ്ഹബൂ, ആത്മാവിലേക്ക് നോക്കുകയാണ്, എങ്ങോട്ടാണ് ഈ ആത്മാവ് പോകുന്നത് എന്ന്. അതാണ് മരിക്കുന്ന സമയത്ത് രണ്ട് കണ്ണുകളും പൂർണ്ണമായി തുറക്കപ്പെടുന്ന രംഗം നാം കണ്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ആത്മാവിനെ നോക്കുകയാണ്. എങ്ങനെ ആത്മാവിനെ നോക്കുക? മസ്തിഷ്കത്തിന്റെ മരണം നേരത്തെ കഴിഞ്ഞു, ഹൃദയം നേരത്തെ മരിച്ചു, ശരീരം ആസകലം മരിച്ചു, അവസാനം കണ്ണാണ്. ഇന്നൽ ഐന ആഖിറു ശൈഇൻ യഖ്റുജു മിൻഹുർ റൂഹ്, ഇന്നൽ ഐന ആഖിറു ശൈഇൻ യഖ്റുജു മിൻഹുർ റൂഹ് വഅവ്വലു ശൈഇൻ യുസ്റഉ ഇലൈഹിൽ ഫസാദ്. അവസാനമായി റൂഹ് പിരിയുന്നത് കണ്ണിൽ നിന്നാണ്. ഇന്നൽ ഐന ആഖിറു ശൈഇൻ യഖ്റുജു മിൻഹുർ റൂഹ്, അവസാനം റൂഹ് പുറപ്പെടുന്നത് കണ്ണിൽ നിന്നാണ്. വഅവ്വലു ശൈഇൻ യുസ്റഉ ഇലൈഹിൽ ഫസാദ്, അവസാനം റൂഹ് പിരിയുന്നത് കണ്ണിന്റെ റൂഹാണ്. വഅവ്വലു ശൈഇൻ യുസ്റഉ ഇലൈഹിൽ ഫസാദ്, ആദ്യമായി ജീർണിക്കുന്നതും കണ്ണാണ്, ആദ്യമായി നാശം പറ്റുന്നത് കണ്ണിനാണ്. അപ്പൊ കണ്ണിൽ നിന്ന് അവസാനമായി ആത്മാവിനെ പിടിക്കുന്നത്, അതും പിടിച്ചു പോകുമ്പോ തബിഅഹുൽ ബസറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കണ്ണ് അതിന്റെ പിറകെ കൂടുന്നു. കണ്ണ് പിറകെ കൂടണമെന്നുണ്ടെങ്കിൽ മനസ്സ് വേണ്ടേ? ഒരു ഭാഗത്തേക്ക് നോക്കണമെങ്കിൽ ദൃഷ്ടിക്ക് നിർദ്ദേശം കൊടുക്കണം, മനസ്സ് നോക്കൂ അങ്ങോട്ട്, അല്ലേ? അപ്പൊ മനസ്സ് മരിച്ചു, തലച്ചോറ് മരിച്ചു, എല്ലാം മരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ നോക്കാൻ? മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ വിവരിച്ചു. യുക്തിവാദികൾക്ക് ഇത് മനസ്സിലാവില്ല എങ്കിലും മരിച്ചവർ അറിയില്ല, കാണില്ല, കേൾക്കില്ല എന്ന് ജൽപ്പിക്കുന്ന, വാദിക്കുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട യുക്തിവാദികൾക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കില്ല എങ്കിലും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, വ്യക്തമാക്കിക്കൊണ്ട്, വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു, റൂഹ് പൂർണ്ണമായി കണ്ണിൽ നിന്ന് വേർപെട്ടാലും ആ പിരിഞ്ഞുപോയ റൂഹും ശരീരവും തമ്മിൽ ബന്ധമുണ്ടാകും. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തബിഅഹുൽ ബസറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ റൂഹ് കണ്ണിൽ നിന്ന് അവസാനം പുറത്തു പോയാലും ആ റൂഹുമായി ശരീരത്തിനൊരു ബന്ധമുണ്ടാകും. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ട വ്യക്തി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ഇത് സ്വഹീഹായ ഹദീസാണ്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ ഈ ആത്മാവിന്റെ പിറകെ കണ്ണങ്ങ് പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. ഐന തദ്ഹബു, എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുകയാണ്.
അതുകൊണ്ട് ആ രീതിയിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന കണ്ണിനെ അടച്ചു കളയുക. തുറക്കപ്പെട്ട നിലയിലുള്ള കാഴ്ച സുഖകരമല്ല. അതുകൊണ്ട് കണ്ണുകൾ അടക്കുക. അടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തിരുനബിയോട് പിന്തുടർന്നുകൊണ്ട് ഞാൻ ഈ കൃത്യം നിർവഹിക്കുന്നു എന്നർത്ഥം വരുന്ന ആ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. വയുസബ്ബിഹു മൻ യഹ്മിലുൽ മയ്യിത, പലരും മയ്യിത്തിനെ ചുമക്കുമ്പോഴും മയ്യിത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയി വെക്കുമ്പോഴൊക്കെ ഇത് ചൊല്ലാറുണ്ട്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ. അവിടെ അതല്ല ചൊല്ലേണ്ടത്. അവിടെ എന്താ? വയുസബ്ബിഹു മൻ യഹ്മിലുൽ മയ്യിത, കിടന്ന ഭാഗത്ത് നിന്ന് മാറ്റി കിടത്തുമ്പോൾ, കുളിപ്പിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോകുമ്പോൾ, ചുമക്കുന്ന സമയത്തൊക്കെ വയുസബ്ബിഹു മൻ യഹ്മിലുൽ മയ്യിത, മയ്യിത്തിനെ ചുമക്കുന്നവർ തസ്ബീഹാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ് മയ്യിത്തിനെ മാറ്റിക്കിടത്തുന്ന ആളുകൾ ചൊല്ലേണ്ടത്. കണ്ണടച്ചു കൊടുക്കുമ്പോൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, വായ പിളർന്നിരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി. കാരണം ഈ ജോയിന്റുകളൊക്കെ ലൂസാവും. അപ്പൊ വാ ഇങ്ങനെ തുറക്കപ്പെട്ട നിലയിലായിരിക്കും ഉണ്ടാവുക. അത് അടച്ചു വെക്കാൻ വേണ്ടി ഒരു വീതിയുള്ള ശീല കൊണ്ട് താടി കെട്ടിക്കൊടുക്കുക. ആ കെട്ട് തലഭാഗത്താക്കി കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഖഹാ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. താടി കെട്ടിക്കൊടുക്കുക. എന്തിന്? വാ തുറക്കപ്പെട്ട നിലയിലുള്ള കാഴ്ച അതൊരു സുഖമല്ല. അതുകൊണ്ട് മാത്രമല്ല, പ്രാണികളൊക്കെ വായിക്കകത്തേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടും അല്ലെങ്കിലും താടി കെട്ടിക്കൊടുക്കൽ സുന്നത്താകുന്നു. തുടർന്ന് ചെയ്യേണ്ടത് വലുയ്യിനത്ത് മഫാസിലുഹു, അവയവങ്ങളുടെ സന്ധികളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക, ജോയിന്റുകളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക. എന്തിനാണിത് ചെയ്യുന്നത്? മയ്യിത്ത് കുളിപ്പിക്കുമ്പോഴും കഫൻ ചെയ്യുമ്പോഴും സൗകര്യപ്പെടാൻ വേണ്ടി. ഇങ്ങനെ മയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ കിടന്ന കിടപ്പിലങ്ങ് തണുത്തുപോയി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. കാലുകളും കൈകളൊക്കെ അങ്ങനെ തന്നെ സെറ്റായാൽ വെള്ളമൊഴിച്ചാൽ പൂർണ്ണമായി വെള്ളം ചേരാൻ ബുദ്ധിമുട്ട് വരും. ശരീരമാസകലം നനയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ തണുത്തു ഉറച്ചു പോയാൽ വെള്ളം ചേരുന്നതിന് തടസ്സമാകുമെന്നതുകൊണ്ട് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും സൗകര്യത്തിന് വേണ്ടി ലുയ്യിനത്ത് മഫാസിലുഹു, സന്ധികളൊക്കെ മയപ്പെടുത്തുക. ഇതെങ്ങനെ സന്ധികൾ മയപ്പെടുത്തേണ്ടത്? അതിനൊരു രീതിയുണ്ട്. പൊറാട്ടക്ക് മൈദ കുഴക്കുന്നത് പോലെ ഒന്നായിട്ട് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യണം? കൈവിരലുകൾ കൈ വെള്ളയിലേക്ക്, ഉള്ളം കൈയിലേക്ക് മടക്കി നിവർത്തുക. മുഴം കൈയിനെ തോളം കൈയിലേക്ക് മടക്കി നിവർത്തുക. പിന്നെ തണ്ടങ്കാലിനെ തുടയിലേക്ക് മടക്കി നിവർത്തുക. തുടകളെ വയറിലേക്ക്, എന്നാൽ നടു മയപ്പെടും, തുടയെ വയറിലേക്ക് മടക്കി നിവർത്തുക. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ജിമ്മ് പഠിക്കുന്ന കുട്ടികൾ കാണിക്കുന്നത് പോലെ വളരെ ശക്തമായ രീതിയിലൊന്നും പാടില്ല. സ്വന്തത്തിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ഏറ്റവും കൃപയുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതും. അങ്ങനെ സന്ധികളെല്ലാം മയപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം മയ്യിത്തിനെ തറയിൽ കിടത്തരുത്, നിലത്ത് കിടത്തരുത്. കട്ടിൽ പോലോത്തതിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് മയ്യിത്തിനെ കിടത്തുക. ബിഗൈരി ഫിറാശിൻ, വിരിപ്പ് ആവശ്യമില്ല. വിരിപ്പ് കൂടാതെ, വിരിപ്പ് വേണ്ട, പായ വേണ്ട, വിരിപ്പ് വേണ്ട, വെറും കട്ടിലിൽ അങ്ങനെ കിടത്തുക. എന്താ വിരിപ്പ് വേണ്ടെന്ന് പറയാൻ കാരണം? വിരിപ്പുണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂടിന് കാരണമാകും. ചൂടുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജീർണിക്കാൻ, മയ്യിത്ത് പകർച്ചയാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വിരിപ്പുകൾ ഉപേക്ഷിക്കുന്നതാണ് സുന്നത്ത്. ബിഗൈരി ഫിറാശിൻ, വിരിപ്പ് വേണ്ട, വെറും കട്ടിലിൽ കിടത്തുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ അവസ്ഥയൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. ചേതനയറ്റ് നിശ്ചലമായി കിടക്കുന്ന ആ ഒരു രംഗം,
ഒരു വിരിപ്പ് പോലും നമ്മുടെ ശരീരത്തിന് ആ സമയത്ത് പറ്റില്ല. നമ്മുടെ ശരീരത്തിനത് ചേരില്ല. മാർദ്ധവമായ മെത്തകളിൽ, വിരിപ്പുകളിൽ അന്തിയുറങ്ങുന്ന, കിടന്ന് വിശ്രമിക്കുന്ന, സുഖിക്കുന്ന നമ്മെ ഈ ലോകത്ത് നമ്മുടെ കുടുംബക്കാരുടെ, വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ വെറും കട്ടിലിൽ കിടത്തുകയാണ്. ഈ രംഗം നമ്മുടെ കിടത്തമായി നാം മനസ്സിൽ ഇങ്ങനെ ഓർക്കണം. നമ്മളിങ്ങനെ കിടക്കുകയാണ് വെറും പടിയില്. ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സ്വഹാബികളിൽ പരിധി വിട്ട തമാശകൾ കണ്ടാൽ, കളിച്ചിരികൾ കണ്ടാൽ, അല്ലെങ്കിൽ വല്ല അശ്രദ്ധയും കണ്ടാൽ, സ്വഹാബികൾ അശ്രദ്ധരാകുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ പരിധി വിട്ടവര് ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നാദാ ഫീഹിം ബിസൗത്തിൻ റഫീഅ്, സ്വഹാബികളിൽ അശ്രദ്ധ കണ്ടാൽ ഉച്ചത്തിൽ നബി തങ്ങൾ വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ ഒരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? അത്തതുകുമുൽ മനിയതു റാതിബതൻ ലാസിമതൻ ഇമ്മാ ബിശഖാവത്തിൻ വ ഇമ്മാ ബിസഅദാ. സഹാബികള് പരിധി വിട്ട് ചിരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അവരിൽ ഗഫലത്ത് വിണഞ്ഞത് കണ്ടാൽ നാദാ ഫീഹിം ബിസൗത്തിൻ റഫീ, ഉച്ചത്തിൽ നബി വിളിച്ചു പറയുമായിരുന്നു. അത്തതുകുമുൽ മനിയ റാതിബതൻ ലാസിമ, തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന മരണം. ഏതേത് ദിനത്തിലും ഏതേത് സമയത്തിലും മരണത്തിന് കടന്നു വരാൻ പാതിരാത്രി തടസ്സമല്ല, കൂരിരുട്ട് തടസ്സമല്ല, എല്ലാ നിലയിലും അടച്ചുപൂട്ടിയ റൂം തടസ്സമല്ല. റാത്തിബത്തൻ, അത് പതിവായി വരുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ലാസിമ, ഒഴിച്ചുകൂടാനാകാത്ത പതിവായി വന്നുകൊണ്ടിരിക്കുന്ന മരണം അത്തത്തുക്കും നിങ്ങളിൽ വന്നെത്തിയിരിക്കുന്നു. വരുന്നല്ല പറഞ്ഞത്. സഹാബികളോട് പറയാ, അത്തത്തുക്കുമുൽ മനിയ, മരണം വന്നിട്ടുണ്ട് കൂട്ടുകാരെ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? ഫഇന്ന കുല്ലമാ ഹുവ ആതിൻ ഖരീബ്, ഫഇന്ന കുല്ലമാ ഹുവ ആതിൻ ഖരീബ്, വരാനുള്ളതൊക്കെ അടുത്താണ്, വരാനുള്ളതൊക്കെ വളരെ അടുത്താണ്. അതുകൊണ്ട് അത്തത്തുക്കുമുൽ മനിയ, മരണം നിങ്ങളുടെ ചാരത്ത് വന്നെത്തി നിൽക്കുകയാണ്. ഇമ്മാ ബിശഖാവത്തിൻ വ ഇമ്മാ ബിസാദാ, ഒന്നുകിൽ അത് വിജയത്തിന്റെ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ നാശത്തിന്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് കളിതമാശകൾ പരിധി വിടണ്ട, ഉണർത്താറുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞങ്ങളുടെ അടുക്കലേക്ക് നബി ഇറങ്ങി വന്നു. വശംസു അലാ അത്റാഫിസ് സഅഫി, ഈത്തപ്പന ഓലകളിൽ സൂര്യപ്രകാശമുള്ള സമയത്ത്. എന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് നിന്ന് സൂര്യപ്രകാശം പോയിരിക്കുന്നു. സൂര്യപ്രകാശം എവിടെ മാത്രമാണ് കാണുന്നത്? ഈത്തപ്പനകൾ, ഓലകളിൽ മാത്രം. എന്ന് വെച്ചാൽ മുകളിൽ മാത്രം വെയില്. എന്തേ കാരണം? പടിഞ്ഞാറൻ ചക്രവാളത്തോട് തൊട്ടുരുമ്മി നിൽക്കുകയാണ് സൂര്യൻ. അസ്തമാനത്തിന്റെ അടുത്ത സമയം. അപ്പോഴാണല്ലോ മുകളിൽ മാത്രം വെയിലുണ്ടാവുക. ഈ ടൈമിൽ സന്ധ്യയോടടുത്ത സമയം നബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, മാ ബഖിയ മിനദ് ദുനിയാ ഇല്ലാ കമാ ബഖിയ ഫീ യൗമിനാ ഹാദാ ഫീ മിസ്ലി മാ മളാ മിൻഹു. മാ ബഖിയ മിനദ് ദുനിയാ, ഇനി നമ്മുടെ ജീവിതം, ഈ ലോകത്തുള്ള ജീവിതം ഇനി അവശേഷിക്കുന്നില്ല, ബാക്കിയില്ല. ഏതുപോലെയല്ലാതെ ഈ ദിനം അസ്തമിക്കാൻ ഇനി എത്രയാണ് ബാക്കിയുള്ളത് എങ്കിൽ അത്ര മാത്രമേ ഈ ദുനിയാവിൽ നമുക്ക് ജീവിതമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അശ്രദ്ധ വെടിഞ്ഞ് നിങ്ങൾ ജാഗരൂകരായി മുന്നോട്ട് വരണം. മരണപ്പെട്ടവരെ കുഴിമാടങ്ങളിൽ കൊണ്ടുപോയി അടക്കം ചെയ്ത് നാം തിരിച്ചു പോരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ ഗതി ഇതായിരിക്കുമെന്ന് ഓർക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് മരണപ്പെടുന്നവനെ അനുഗമിക്കുമ്പോ, അവന്റെ സംസ്കരണങ്ങളിൽ പങ്കെടുക്കുമ്പോ, ഇതെന്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ദുനിയാവിലെ ജീവിതം, ഇനി ഈ ദിനത്തിന്റെ ജീവിതം എത്രയുണ്ടോ, ഈ ദിനം ഇനി എത്ര ബാക്കിയുണ്ടോ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉണരണമെന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു. ഒരു സഹാബിയെ ഉപദേശിച്ചതിനിടയിൽ പറഞ്ഞല്ലോ, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യം കൊണ്ട് നീ ലാഭം കൊയ്തോ. 5 അവസ്ഥകൾ നിനക്ക് വരും മുമ്പ്, 5 അവസ്ഥകൾ വന്നെത്തും മുമ്പ് 5 ചാൻസുകൾ നീ ഉപയോഗപ്പെടുത്തി ലാഭമുണ്ടാക്കിക്കോ.
ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വം കൊണ്ട് നീ ലാഭിച്ചോ. ഖബ്ല ഹറമിക, വാർദ്ധക്യമെത്തിയാൽ പലതും നിനക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വൃദ്ധനാകാൻ കാത്തുനിൽക്കാതെ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങളാക്കി മാറ്റിക്കോ സഹോദരാ. അവിടുന്ന് പറയാൻ വാസിഹതക ഖബ്ല സഖമിക, നിന്റെ ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തിക്കോ, രോഗം വരുന്നതിന്റെ മുമ്പ് അതുകൊണ്ട് നീ ലാഭം കൊയ്തോ. വഗിനാക ഖബ്ല ഫഖരിക, നിന്റെ സമ്പത്ത് നീ ഉപയോഗപ്പെടുത്തിക്കോ, ഇരുലോകത്തേക്കും ഉപയോഗപ്പെടുത്തിക്കോ, നിനക്ക് ദാരിദ്ര്യം വന്നെത്തുന്നതിന്റെ മുമ്പ്. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തിക്കോ, ഒഴിവില്ലാത്ത വിശ്രമമില്ലാത്ത രംഗം വരുന്നതിന്റെ മുമ്പ്. വഹയാതക ഖബ്ല മൗതിക, നിന്റെ ജീവിതം ഈ പറയപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിതം, കുറഞ്ഞ ജീവിതം, എന്നാൽ അതിന് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ക്വാളിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ഈ ദുനിയാവിലെ ജീവിതം നീ ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല മൗതിക, മരണത്തിനു മുമ്പ്. അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ, തട്ടി ഉണർത്തി നമുക്ക് പറഞ്ഞു തരിക. ഖുർആൻ നമ്മെ ഉണർത്തുക. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരാളും തന്നെ അള്ളാഹുവിന്റെ അറിവ് കൂടാതെ, അനുവാദം കൂടാതെ, ഓർഡർ കൂടാതെ മരിക്കൂല, ഒറ്റത്തടിയും മരിക്കൂല. കിതാബം മുഅജ്ജല, വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയ, സമയം നിർണയിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ കാര്യമാണ് മരണം. അകാല ചരമം, അകാലത്തിൽ വേർപെട്ടുപോയി, മൊട്ടറ്റ് വീണു എന്നൊക്കെ നാം ആലങ്കാരികമായി ചെറുപ്പക്കാരുടെ മരണത്തെ വർണ്ണിച്ചുകൊണ്ട് പറയാറുണ്ടല്ലോ. അകാല ചരമം എന്നൊന്ന് ഇസ്ലാമിൽ ഇല്ല. കാലാവുമ്പോഴെന്നെ മരിക്കൂ. പിഞ്ചു കുഞ്ഞു മരിക്കുകയാണെങ്കിലും യുവാവ് മരിക്കുകയാണെങ്കിലും അതൊക്കെ കാലത്തിലുള്ള ചരമമാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്. അള്ളാന്റെ അറിവില്ലാതെ, അള്ളാന്റെ അനുവാദമില്ലാതെ ഒരു തടിയും ഇവിടെ നിന്ന് മരിച്ചു പോവില്ല. കിതാബൻ മുഅജ്ജല, കിതാബൻ മുഅജ്ജല, അവധി തീരുമാനിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അള്ളാഹു. തുടർന്ന് അല്ലാഹ് പറയാ, വമൻ യുരിദ് സവാബദ്ദുനിയാ നുഅ്തിഹി മിൻഹാ, അതുകൊണ്ട് സമയായ അടിച്ചു പോവും എല്ലാരും. അതുകൊണ്ട് ദുനിയാവിലെ സവാബാണ്, ഫലങ്ങളാണ്, സുഖങ്ങളാണ് ഒരാൾ ആശിച്ചതെങ്കിൽ നുഅ്തിഹി മിൻഹാ, നാം അത് അവന് കൊടുക്കും. വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ, മരണത്തിനു മുമ്പ് ഒരാൾ കൊതിച്ച് ജീവിച്ചത് പാരത്രിക സുഖസൗഖ്യമാണെങ്കിൽ നുഅ്തിഹി മിൻഹാ, പാരത്രിക ലോകത്ത് സുഖസൗഖ്യം നാം അത്തരക്കാർക്ക് കൊടുക്കും. വസനജ്സി ശാകിരീൻ, നന്ദിയുള്ള ആളുകൾക്ക് നാം പ്രതിഫലം എമ്പാടും കൊടുക്കും. സൂറത്ത് ആല് ഇമ്രാനിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിരിപ്പ് പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. കാരണം വിരിപ്പ് മരണപ്പെട്ടവന്റെ ശരീരത്തിന് പറ്റില്ല, അത് ജീർണിക്കാൻ എളുപ്പമാകുമെന്നതുകൊണ്ട് ബിഗൈരി ഫിറാശിൻ, വിരിപ്പില്ലാതെ വെറും കട്ടിലിൽ കിടത്തുക. തുടർന്ന് വസിത്റു ജമീഇ ബദനിഹി ബഅദ നസ്ഇ സിയാബിഹി, തുടർന്ന് ഇങ്ങനെ കിടത്തിയതിന് ശേഷം വസിത്റു ജമീഇ ബദനിഹി ബഅദ നസ്ഇ സിയാബിഹി ബിസൗബിൻ ഖഫീഫിൻ, മരിച്ച വ്യക്തി അപ്പോൾ മരണസമയത്ത് അണിഞ്ഞ ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് ശരീരമാസകലം ഒരു കട്ടി കുറഞ്ഞ തുണി കൊണ്ട് മൂടിക്കളയുക. ബിസൗബിൻ ഖഫീഫിൻ, കട്ടി കുറഞ്ഞ തുണി. എന്നാൽ അകം കാണാൻ പറ്റാത്ത, അകത്തെ തൊലിയുടെ നിറം കാണാൻ പറ്റാത്ത നിലയിലുള്ള കട്ടി കുറഞ്ഞ തുണി. എന്തുകൊണ്ടാ കട്ടി കുറഞ്ഞത് എന്ന് പറയാൻ കാരണം, കട്ടി കൂടിയാൽ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെയും വരും, ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കാനും പെട്ടെന്ന് അഴുകാനും സാധ്യതയുള്ളത് കൊണ്ട് കട്ടി കുറഞ്ഞ കോട്ടൺ, പരുത്തി തുണിയാണ് ഏറ്റവും നല്ലത്. അത് ഉഷ്ണത്തെ പ്രതിരോധിക്കും എന്നത് തന്നെ കാരണം അതങ്ങ് ആകെ ശരീരമാസകലം മൂടുക. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത വ്യക്തിയാണെങ്കിൽ തലഭാഗം മൂടരുത്, തലഭാഗം ഒഴിച്ചുള്ള സ്ഥലം മൂടുക. കാരണം എന്താ,
മുഹരിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറയിലേക്ക് അത്തരത്തിലുള്ള ആളുകൾ ഇഹ്റാമിന്റെ വേഷത്തോടുകൂടെ തൽബിയത്ത് മുഴക്കിക്കൊണ്ട് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇഹ്റാമിന്റെ വേഷത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലിക്കൊണ്ടാണ് മഹ്ശറയിലേക്ക് അത്തരത്തിലുള്ള ആളുകൾ കടന്നു വരിക. അതുകൊണ്ട് മുഹരിമായ മനുഷ്യർ മരിച്ചാൽ, ആളുകൾ മരിച്ചാൽ തലഭാഗം ഒഴിവാക്കുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, യാതൊരു കാരണവശാലും പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടി തലഭാഗം തുറന്നിട്ടുകൊണ്ട് ബാക്കി മൂടിക്കൊണ്ട് പൊതുദർശനത്തിന് വെക്കുന്ന രീതി അനിസ്ലാമികമാണ്, ദീൻ പറയാത്ത രീതിയാണ്. ഏത് വലിയ നേതാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയുള്ള ഒരു പതിവ് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. തലഭാഗം തുറന്നിട്ടുകൊണ്ട് അതാണ്ട് ഓപ്പൺ ആക്കിയിട്ട് വരുന്നവർക്കൊക്കെ യഥേഷ്ടം കാണാൻ സൗകര്യപ്പെടുത്തുന്ന രീതി പാടില്ല. എന്തേ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മാനവകുലത്തിന്റെ നേതാവ് വഫാത്തായപ്പോൾ ഇങ്ങനെ ഒരു രീതി മുസ്ലിം ലോകം ചെയ്തില്ല. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു യമനി പുതപ്പ് കൊണ്ട് തിരുനബിയുടെ ശരീരമാസകലം മൂടിക്കളഞ്ഞു. അന്ന് കാണാൻ ആള് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല, ലക്ഷക്കണക്കിന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ കാലത്ത് ഇസ്ലാമിലുണ്ട്. ലക്ഷക്കണക്കിന് അനുയായികൾ. അവരൊക്കെ കാണാൻ കൊതിച്ചിട്ടും അവരിൽ പലരും കാണാൻ എത്തിയിട്ടും തുറന്നിട്ട രീതി ഞങ്ങൾ സ്വീകരിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യണം? കാണാൻ അധികം ആള് വരുന്നുണ്ടെങ്കിൽ തന്നെ കാണാൻ വേണ്ടി തുറക്കുക, കണ്ടു കഴിഞ്ഞാൽ അടക്കുക, അടുത്ത പാർട്ടി വരുമ്പോ തുറന്നു കൊടുക്കുക, വീണ്ടും അടച്ചു വെക്കുക എന്നല്ലാതെ തുറന്നു വെക്കുന്ന രീതി പാടില്ല. പൊതുദർശനത്തിന് വെക്കുക, തുറന്നിട്ടുകൊണ്ട് ആ രീതി ഇസ്ലാം അനുവദിച്ച രീതിയല്ല. അത് മയ്യിത്തിനോട് ചെയ്യുന്ന അനാദരവാണ്. ജീവിച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മുഖം 10 ആൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സുഖമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മോന്തന്റെ പോലെ എന്താണെന്ന് നമുക്കറിയോ? അതങ്ങനെ പരസ്യപ്പെടുത്തുന്നതിൽ നമുക്ക് പോലും വാസ്തവത്തിൽ തൃപ്തി ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് മയ്യിത്തിനോട് അനാദരവ് കാണിക്കരുത്, മൂടി വെക്കണം. മയ്യിത്ത് കാണൽ അതൊരു വിഷയമാണ്. മയ്യിത്ത് കാണുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? എന്താ മയ്യിത്ത് കാണുന്നതിന്റെ വിധി? സുന്നത്തില്ല, പുണ്യമില്ല, കൂലി കിട്ടുന്ന കാര്യമല്ല. മയ്യിത്ത് കാണൽ പുണ്യമുള്ള കാര്യമല്ല, സുന്നത്തല്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തിയത് വയജൂസു, കാണാവുന്നതാണ്. ഉറ്റവർക്ക്, ഉടയവർക്ക്, അയൽക്കാർക്ക്, മിത്രങ്ങൾക്ക് കാണാം. അതുതന്നെ നിരുപാധികം പാടില്ല. ശ്രദ്ധിക്കണം, നിരുപാധികം കാണാൻ പാടില്ല, മുത്ലഖൻ കാണാൻ പാടില്ല. ജീവിതകാലത്ത് പരസ്പരം കാണാൻ പാടുള്ളവർക്കേ മരണത്തിന് ശേഷവും കാണാൻ പാടുള്ളൂ. ജീവിതകാലത്ത് ഇസ്ലാം പരസ്പരം കാണൽ അനുവദിച്ചവർക്കേ മരണശേഷവും കാണാൻ പാടുള്ളൂ. കഹുക്മിഹി ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവന്റെ ഹുക്മ് തന്നെയാണ് മരിച്ചാലും. അപ്പോൾ യാതൊരു കാരണവശാലും ഒരു അന്യ പെണ്ണിന്റെ മയ്യിത്ത് ഒരു പുരുഷന് കാണാൻ പാടില്ല. ഒരു അന്യ പുരുഷന്റെ മയ്യിത്ത് യാതൊരു കാരണവശാലും ഒരു അന്യ സ്ത്രീക്ക് കാണാൻ പാടില്ല. കാണൽ ഹറാമാണ്, കാണിച്ചു കൊടുക്കൽ ഹറാമാണ്, തിന്മയാണ്, ശിക്ഷാർഹമായ കാര്യമാണ്. ഇക്കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ടത്ര ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഒരു ഹലാലിന്റെ മറവിൽ ഹറാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ നടപ്പ് എന്താണ്? നാട്ടിലെ നടപ്പ് രീതി, മരിച്ചു എന്ന് കേട്ടാൽ മരണ വീട്ടിലെത്തുന്നു. മരണ വീട്ടിലെത്തിയിട്ട് മരിച്ചുപോയ ആളുകളുടെ ആശ്രിതർക്ക്, വേണ്ടപ്പെട്ടവർക്ക് മുഖം കാണിക്കുന്നു. ഈ കോന്തന്റെ മോന്ത കണ്ടോ, ഞാനും എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. കാരണം ദുഃഖത്തിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞ നല്ല കാര്യമാണ്. അപ്പൊ ഈ മുഖം അവന്റെ ആ മരിച്ച വീട്ടിലുള്ള ആളുകളെ, കുടുംബത്തിനെ കാണിക്കും. കാണിച്ചിട്ട് പിന്നെ അടുത്ത പണി എന്താ? ആ മയ്യിത്തൊന്ന് പോയിട്ട് കാണും. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒന്ന് കേറി കണ്ടിട്ട് പതുക്കെ പൊടിയും തട്ടിയിട്ട് വല്ല ആള് വീട്ടിലേക്ക് പോകും. അത്യാവശ്യമൊന്നും ഇല്ലെങ്കിലും അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു രീതി മയ്യിത്ത് സംസ്കരണത്തിൽ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടേയില്ല. പുണ്യകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഹറാമിനെ സുന്നത്ത് പോലെയാക്കി കാണൽ പലപ്പോഴും ഹറാമായിരിക്കും. അത് സുന്നത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അനുവദനീയമായ കാണലിനെ ഒരു വാജിബിന്റെ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന രീതി. മയ്യിത്ത് അനുഗമിക്കുക എന്ന പുണ്യം,
ഫർള് കിഫായ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്ന പുണ്യം, മറമാടുന്നത് വരെ ഖബറടക്കുന്നത് വരെ മയ്യിത്തിനെ പിന്തുടർന്ന് അനുഗമിക്കുക എന്ന പുണ്യം, ഇതൊന്നും ആ പുണ്യങ്ങളിലൊന്നും പങ്കെടുക്കില്ല, അതിനൊന്നും സാക്ഷികളാവില്ല, അവിടെയൊന്നും എത്തൂല. കൂടാതെ കഴിയാത്ത ചില ആളുകൾ മാത്രം അത്തരം ഭാഗങ്ങളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മരണ വീട്ടിൽ വരുന്ന മുസ്ലിങ്ങളിൽ, മറ്റു മതക്കാരെ നോക്കണ്ട, മുസ്ലിമീങ്ങളിൽ 25% ആളുകൾ ഈ പറഞ്ഞ ഇടപാടിനുണ്ടാവുമോ? നിസ്കരിക്കാനും മറവ് ചെയ്യുന്നിടത്ത്. ഇവിടെ ഇല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. മരിച്ചു എന്ന് കേട്ടാല് വീട്ടിലേക്ക് എത്താൻ കുറച്ച് അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിലേക്കാ അവിടേക്ക് എത്താം. മലബാറിലൊക്കെ നമസ്കാരത്തിന്, ജനാസ നമസ്കാരത്തിന് പള്ളിയിലെത്തുന്ന രീതി, അല്ലാതെ വീട്ടിലേക്ക് പോവില്ല. വീട്ടിലേക്ക് പോവണ്ട എന്നല്ല, വീട്ടിലേക്ക് പോയി പള്ളിയിലേക്ക് അനുഗമിച്ച് തുടർന്ന് മറമാടുന്നത് വരെ പിന്തുടരുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവിടെ അത് കാണുന്നില്ല. വീട്ടിൽ മുഖം കാണിച്ചു പോന്നു, നിസ്കരിക്കാനില്ല, വരുന്ന രീതിയില്ല. എന്നിട്ടോ എന്തൊക്കെ അനാചാരങ്ങൾ. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആവേശത്തോടുകൂടെ നിങ്ങൾ ഈ നിയമം പാലിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണമെന്നാണ് ഈ വിനീതൻ ഈ സമയത്ത് പറയാനുള്ളത്. ഈ സമയം ഇവിടെ വെച്ച് എനിക്കുണ്ടായ, ഈ വിനീതനുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഈ നാട്ടില് ഒരു സഹോദരി വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ മരിക്കുക. എറണാകുളത്തൊരു ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു വ്യാഴാഴ്ച രാത്രി. അങ്ങനെ മയ്യത്ത് ഇവിടെ പെരുമ്പാവൂരിൽ കൊണ്ടുവന്നു. തീരുമാനിച്ചു ജുമഅക്ക് മുമ്പ് മയ്യത്ത് എടുക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാം അങ്ങനെ തന്നെ. ഇവിടെ അനൗൺസ് ചെയ്യുന്നത് അങ്ങനെയല്ലോ. എപ്പോഴാ മയ്യത്ത് എടുക്കുന്നത്? ഖബറടക്കം ളുഹറിന് മുമ്പ്. ളുഹറിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാ സമയം? എപ്പോഴാ? സുബൈ തൊട്ട് ളുഹറിന്റെ ഇടയിൽ ഏത് സമയത്തും ആകാലോ. ഇന്നയാള് മരിച്ചിട്ടുണ്ട് ഇന്ന പള്ളിയിൽ, ഖബറടക്കം അസറിന് ശേഷം. അസറിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് മുബഹമാണ്, വ്യക്തമല്ലല്ലോ, ആ ടൈം അറിയില്ലല്ലോ. നമസ്കാരത്തിന് ആളുകൾ എത്തണമെങ്കിൽ ഇന്ന സമയം, കൃത്യമായ സമയം അനൗൺസ് ചെയ്യണം. ളുഹറിന് മുമ്പ് അസറിന് ശേഷത്തെ ഗുളി കുടിക്കുക അല്ലല്ലോ. ആളുകൾക്ക് വരാനും മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനും വേണ്ടിയാണല്ലോ ഇത് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ളുഹറിന് മുമ്പ് അസറിന് ശേഷം ഇശാക്ക് മുമ്പ് ഈ രീതി ഒഴിവാക്കി കൃത്യസമയം തന്നെ അറിയിക്കാനും പ്രഖ്യാപിക്കാനും അനൗൺസ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണം. എന്നിട്ട് ആ മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും എത്തണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ച രീതി. ഏതാവട്ടെ, എറണാകുളത്ത് നിന്ന് മയ്യിത്ത് കൊണ്ടുവന്നു. വ്യാഴാഴ്ച രാത്രി വീട്ടിലെത്തി. ജുമഅക്ക് മുമ്പ് മയ്യിത്ത് എടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മയ്യിത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഒക്കെ റെഡി. വാങ്ക് വിളിക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ കഷ്ടിയുള്ളൂ. വാങ്ക് വിളിക്കാൻ അത് വീട്ടിൽ നിന്ന് എടുത്ത് കണ്ടന്തറ പള്ളിയിലെത്തി നമസ്കരിച്ച് മറവ് ചെയ്യണം. 1 മണിക്കൂറാ വാങ്ക് വിളിക്കാനുള്ളത്. ആ സമയത്തൊരു നീണ്ട ക്യൂ. ദുആ ചെയ്യണം ഉസ്താദെ എന്ന് പറഞ്ഞ് ഈ വിനീതനെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. നീണ്ട ക്യൂവിലേക്ക് നോക്കുമ്പോൾ പല ജാതി പൊട്ടു തൊട്ടതും അന്യമത സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ ആ ക്യൂവിൽ ഒരു സഹോദരിയുടെ മയ്യിത്ത് കാണാനാണെന്ന് ഓർക്കണം. തമാശ പറയൽ ഇവിടെ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായ സംഭവമാണ്. അറിയാതെ ഈ വിനീതൻ പ്രതികരിച്ചു പോയി. നടക്കൂല ഈ കാര്യം. ഈ വരി ഇവിടെ പറ്റില്ല, കാരണം സമയം വൈകി. മാത്രമല്ല ഈ കാണൽ തെറ്റാണെന്ന് അവിടെ ഉച്ചത്തിൽ പറഞ്ഞു. പറഞ്ഞപ്പോ ഒരു ബഹുമാനപ്പെട്ട ഇക്കാക്ക രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല നമ്മളാരാ അപ്പോ ഇത് തീരുമാനിക്കാനാവോ അറിയില്ല. നമ്മളാരാ ഇത് തീരുമാനിക്കാൻ? നമ്മളാരാ? ഒരു ഇക്കാക്ക. അതുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് മുൻപന്തിയിലേക്ക് ക്ഷണിക്കുന്നത്. വലിയവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവരും അങ്ങനെയെന്നല്ല. ഒരു വിഭാഗം അവർ ശീലിച്ച ആ രീതിയിൽ നിന്ന് പിന്തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാർ ദീനിനെതിരായത് മരണ വീട്ടിൽ നടക്കില്ല, നടത്താൻ പാടില്ല എന്ന കർക്കശ നിലപാടുമായി നിങ്ങൾ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. അഭ്യർത്ഥിക്കുകയാണ് അള്ളാന്റെ ഭവനത്തിൽ ഈ പരിഭാവനമായ സമയത്ത്. എന്നിട്ട് പറയും നമ്മൾ ആരാണെന്നാവോ, നമ്മളാരത് തീരുമാനിക്കാൻ. ഞാനൊന്നും വേണ്ടി. പക്ഷേ മരണപ്പെട്ടു പോയ സഹോദരിയുടെ പക്വതയുള്ള ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൻ മകൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇക്കാക്ക അത് ഇവിടെ പറഞ്ഞ മാതിരി ദീനിന്റെ നിയമം അനുസരിച്ച് ചെയ്താൽ മതി, അതിൽ വേറെ യാതൊരു തീരുമാനം ഇവിടെ വേണ്ട എന്ന് ഇക്കാക്കാനോട് മരണപ്പെട്ട സഹോദരിയുടെ മകൻ പറഞ്ഞപ്പോ അയാൾ ഉൾവലിഞ്ഞു. വെല്ല മുങ്ങിയവിടുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വൈക്കം ആള് മരിച്ചത് ദുബൈയിൽ വെച്ചാണ്. അങ്ങനെ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടത്. അവിടെ ഒരുപാട് ദിവസം ഫ്രീസറിലിട്ട് ഇൻഷാ അല്ലാഹ് അന്യ രാജ്യങ്ങളിൽ വെച്ച് വിദേശത്ത് വെച്ച് മരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? കൊണ്ടുവരാൻ തന്നെ പാടില്ല. അതിന്റെ നിയമം നമുക്ക് പിറകെ പറയാം. അങ്ങനെ ഒരാഴ്ച മുമ്പ് മരിച്ച സഹോദരന്റെ ജനാസ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്നു. ആ കുടുംബത്തിൽ ദീന് തിരിയുന്ന ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ഈ ശവപ്പെട്ടി ഇതിനകത്തേക്ക് കയറ്റിയിട്ട്
വീട്ടിലെത്തും മുമ്പ് തന്നെ തുറക്കുക. കാരണം വീട്ടിലെത്തി തുറന്നിട്ട് അതിനൊരു സമയം വൈകണ്ട. വണ്ടിയിൽ വെച്ച് ഏതാണ്ട് വീടോടടുക്കുമ്പോഴേ സമയത്തേക്ക് തുറന്നുകൊണ്ട് ഒരു സ്ട്രെച്ചറിൽ ഇറക്കി വെച്ച് വേണ്ടപ്പെട്ടവർക്ക് ഒരു നോക്ക് കാണാൻ ചാൻസ് കൊടുത്ത് ഉടനെ പള്ളിയിലേക്ക് എടുക്കാം. എന്റെ ഒരു പരിചയക്കാരനായതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നു. അങ്ങനെ പറഞ്ഞത് അവര് ആംബുലൻസിൽ വെച്ച് തന്നെ മയ്യിത്ത് ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് വീട്ടിൽ ഇറക്കി വെച്ചു. ഉറ്റവരും ഭാര്യയും മക്കളും ഒരു നോക്ക് കണ്ടു. എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഒരു ഇക്കാക്കാന്റെ ഒരു അനൗൺസ്മെന്റ്, എന്താ ഇനി കാണാനുള്ളവരൊക്കെ വന്നോട്ടെ. അപ്പോ പല ജാതി സ്ത്രീകളും അവിടെ ഉണ്ട്. ഞാൻ വർഗീയത പ്രസംഗിക്കല്ല, നമ്മളെ മതസാഹോദര്യമൊക്കെ വേണം, പക്ഷെ മതം തകർത്തൊരു സാഹോദര്യമൊന്നും വേണ്ട. നമുക്ക് നമ്മുടേതായ രീതി, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതായിരിക്കുന്ന നിയമാവലികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സാഹോദര്യം മതി. അതിപ്പോ ജീവിതകാലത്തൊക്കെ ഉമ്മണി കണ്ട ജോസഫ് അല്ലേ, വേലായുധനല്ലേ, ഒന്നും വെച്ചിട്ട് അങ്ങോട്ട് കണ്ടോട്ടെ, പറ്റൂല. ജീവിതകാലത്ത് മതത്തിന്റെ നിയമം നാം പാലിച്ചില്ല, നാം അത് അവഗണിച്ചു തള്ളി. മരിച്ച മയ്യത്തിനെങ്കിലും ഒരു തിന്മയ്ക്ക് നിങ്ങൾ കാരണക്കാരനാക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനാവലി, അതിൽ ധാരാളം ആളുകൾ ഇടിച്ചു കയറിയപ്പോ അവിടെയും ഈ വിനീതൻ പ്രതികരിച്ചു. അപ്പൊ ഒരു തൊപ്പിയിട്ട ആജീർ കാക്ക, ഇതെന്താ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ നിങ്ങൾ ആരാത് പറയാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആരുമല്ല, ഞാൻ ദീനിന്റെ നിയമം പറഞ്ഞ, ദീനിന്റെ നിയമം നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, കാണാനുള്ളവരോട് പോരുക. സത്യം വല്ലാഹി പള്ളിയിൽ വെച്ച് പറയാം. തൊപ്പിയിട്ട് നിസ്കാരത്താഴമ്പുണ്ട്, പപ്പട വട്ടത്തിൽ നിസ്കാരത്താഴമ്പുണ്ട്. ഹജ്ജ് എത്രണ്ണം ചെയ്തു ഞാൻ ചോദിച്ചു നോക്കിയില്ല. ദീനിന്റെ നിയമം നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, ഇപ്പൊ കാണാനുള്ളവരും പോരട്ടെ. എന്തു പറയാൻ പറ്റും? പിന്നെ അവിടെ ശബ്ദകോലാഹലം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. മയ്യിത്ത് അടക്കിയതിന് ശേഷം ഇക്കാക്കാനെ ഒറ്റക്ക് വിളിച്ചു പറഞ്ഞു, നിയമം പുസ്തകത്തിൽ പാത്തൊക്കെ ഉള്ളതല്ല, അത് പാലിക്കപ്പെടാനുള്ളതാണ്. മുസ്ലിയാരെ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എല്ലാ നിയമമൊന്നും നടക്കൂല. അവിടെ നാട്ടിലൊരു നടപ്പുണ്ടതായി ആ വഴിക്ക് പോയിക്കോട്ടെ. വീണ്ടും ഇക്കാക്ക പറയാം. ഈ രീതി എന്തൊക്കെ ക്രൂരത! കഴിഞ്ഞ വർഷം റമദാനിൽ എന്റെ ഒരു സുഹൃത്തിന്റെ പിതാവ് ഈ പെരുമ്പാവൂരിന്റെയും പിഴക്കാപ്പള്ളിയുടെയും ഇടയിൽ ഒരു വാഹനാപകടത്തിൽ മരിക്കുകയാണ്. തളിപ്പറമ്പുകാരനായ ഒരു കൂട്ടുകാരന്റെ ഉപ്പ. നാട്ടിൽ നിന്ന് വിവരം കിട്ടി, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളിങ്ങനെ പിതാവ് മരിച്ചിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ക്വാളീസ് കാറ് ഒരു മതിലിൽ ഇടിച്ചുകൊണ്ട് ചെറിയ ചാറൽ മഴയുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഈ അനസ് എന്ന് പറയുന്ന സഹോദരന്റെ പിതാവ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് ഭിത്തിയിൽ തലയിടിച്ച് തല പകുതി ഭാഗം തകർന്നുകൊണ്ട് സംഭവ സ്ഥലത്ത് മരിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ ബോഡിയുണ്ടെന്ന് കേട്ടു. അവിടെ പോയി നോക്കി. അങ്ങനെ വളരെ പെട്ടെന്ന് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കി ബോഡി കിട്ടി. നാട്ടിൽ നിന്ന് ഒരു ആവശ്യം ഈ വിനീതനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അവിടെ വെച്ച് നിർവഹിക്കുന്ന മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകണമെന്ന അപേക്ഷയുള്ളത് കൊണ്ട് മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ മൂവാറ്റുപുഴ പള്ളിയിലെത്തി നമസ്കാരം കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, ഒരു കൂട്ടം ഇക്കാക്കമാരിൽ കയറി വന്ന് മുന്നോട്ട്. നമ്മൾ അറിയുന്ന ആളാണോ അല്ലേ ഒന്ന് നോക്കുക. ഈ മരിച്ച ആളെ മക്കളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. തളിപ്പറമ്പ് ഇങ്ങോട്ട് ഓടിയെത്തണം, അവരെത്തിയിട്ടില്ല, വഴിയിലാണ്, ആരുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പരിചയമുള്ള കുറച്ച് ആളുകൾ മാത്രം. നമുക്ക് ആളെന്ന് കാണുക, പരിചയം ഉണ്ടെങ്കിലോ ഒന്ന് നോക്കാം. എന്നിട്ട് തല പകുതി പൊളിഞ്ഞതാന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഡ്രസ്സ് ചെയ്തൊരു പരുവത്തിൽ, പിന്നെ ഇത് എവിടെ എത്തണം? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെത്തണം ഈ ബോഡി. എന്നിട്ട് അവിടെ ആ കഫൻ തുണിയൊക്കെ മാന്തി വലിച്ചിട്ട് ആ വികൃതമായ ശരീരം കണ്ടു. ഞാൻ അവിടെ പ്രതികരിച്ചില്ല. എന്താ കാരണം എന്നറിയോ? പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആ മൂർച്ചറിക്ക് മുമ്പിൽ ഒരു കാര്യത്തിൽ പ്രതികരിച്ച ആവശ്യത്തിന് പഴി കേട്ട് വരികയെന്ന്. ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് കൂടി കേൾക്കാനാവില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഇവിടെ കുറച്ച് കൂട്ടുകാർ അറിഞ്ഞത് മൂവാറ്റുപുഴയാണ് സ്ഥലം, ഇവിടെ അധികം അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി മൂവാറ്റുപുഴക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും വിചാരിക്കണ്ട. ഇവിടത്തുകാരൻ പെരുമ്പാവൂർക്കാരനായ ഒരാൾ പറഞ്ഞു, ഇത് മൂവാറ്റുപുഴയാണ്, പെരുമ്പാവൂരല്ല, അതുകൊണ്ട് അധികം വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. അതുകൊണ്ട് പിന്നെ ആ പള്ളിയിൽ വെച്ച് അധികം പ്രതികരിക്കാനൊന്നുമില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മരണ വീട്ടിൽ ഒരു മയ്യിത്തുമായി നാം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ. ഇസ്ലാമിന് ഇതിനൊക്കെ വളരെ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നും വിധം മരണ വീടുകളിൽ അനാചാരങ്ങൾ ആവർത്തിക്കപ്പെടുന്ന രീതി തടയപ്പെടേണ്ടതാണ്. യുവ സുഹൃത്തുക്കൾ, ഇത് ഒരു കാര്യം നിങ്ങളൊക്കെ വസിയത്തായിക്കോളി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരു എന്റെ ബോഡി കാണിക്കരുത് എന്ന് പറഞ്ഞോ. എന്നാ പിന്നെ കൂട്ടുകാരനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത്, ഉപ്പാനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത്. ഇത് നമ്മൾ മരിച്ച ഉപ്പാനോടുള്ള സ്നേഹമായിരിക്കും അവിടെ പരിഗണനീയമാവുക. അതുകൊണ്ട് വസിയത്താക്കുക, മരണ വീട്ടിൽ യാതൊരു കാരണവശാലും ഹറാമ് നടത്തില്ല എന്ന് ആ കുടുംബം തീരുമാനിക്കുക. ആവശ്യമുള്ളതൊന്നും നടത്തൂല, ആവശ്യമില്ലാത്ത ഒക്കെ നടത്തും.
ഇവിടെ ഒരു വീട്ടിൽ മരിച്ചു ഇറങ്ങിപ്പോയൊരു വീട്ടിൽ കയറി ചെന്നപ്പോ മയ്യത്ത് കിടത്തിയിരുന്ന കുളിപ്പിച്ചിരുന്ന റൂമില് ഒരു വിളക്കും വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പോലെ ഒരു വിളക്കും വെള്ളം എന്ന് ചോദിച്ചു. മുസ്ലിമിന്റെ വീട്ടിൽ. അത് പരേതാത്മാവ് വരികയാണെങ്കിൽ ദാഹിക്കുകയാണെങ്കിൽ കുടിക്കാലോ, പിന്നെ കരണ്ട് പോവുകയാണെങ്കിൽ കണ്ണ് കാണാൻ പാടില്ല. ആവശ്യമില്ലാത്ത അബദ്ധങ്ങൾ, അനാചാരങ്ങൾ, ഇതര മതക്കാരുടെ ആചാരങ്ങൾ നാം കടമെടുത്തുകൊണ്ട് ചെയ്യാൻ. പരേതാത്മാവിന് മര്യാദക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കും ബാപ്പാക്കും വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ മരിച്ചു പോയിട്ട് അപ്പൊ പരേതാത്മാവിന് വെള്ളം കൊടുക്കുന്നത്. ഈ ഇത്തരം വൃത്തികേടുകളെ തൂത്തെറിയപ്പെടണം, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മയ്യിത്ത് കാണുക എന്നത് ഹലാൽ, യജൂസു, അനുവദനീയം, കാണാമെന്ന് മാത്രം. അത് തന്നെ അനാവശ്യമായി മയ്യിത്തിലേക്ക് നോക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മയ്യിത്ത് കുളിപ്പിക്കുന്നവരാണെങ്കിലും മയ്യിത്തിന്റെ നഗ്നഭാഗത്തേക്ക്, ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. ഇത് മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് പോലും മയ്യിത്തിന്റെ നഗ്നഭാഗങ്ങളിലേക്ക് നോക്കൽ ഹറാമാണ്. അങ്ങനെ നോക്കിയാൽ ശിക്ഷാർഹമാണ്. ഔറത്തല്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കൽ അനാവശ്യമായിട്ടാണെങ്കിൽ അത് മക്റൂഹാണ്, കറാഹത്താണ്, സുന്നത്തിനെതിരാണ്. ഇതാണ് ദീനിന്റെ നിയമം. എന്നാൽ അയൽക്കാർക്കും കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും വേണമെങ്കിൽ കാണാവുന്നതാണ്. അതിന് തെളിവുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലാ ഉസ്മാൻ ബിൻ മദ്ഊൻ വഹുവ മയ്യിത്തുൻ. സഹാബിയായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ മരിച്ചപ്പോ നബി തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് ഫകശഫ അൻ വജ്ഹിഹി, ആകെ മൂടിയിരുന്നു, മുഖത്ത് നിന്ന് ആ വിരിപ്പ് മാറ്റി. സുമ്മ അഖബ്ബ അലൈഹി, നബി തങ്ങൾ കുനിഞ്ഞു നിന്നുകൊണ്ട് ഫഖബ്ബലഹു, ചുംബിക്കുകയും ചെയ്തു. കാണുകയും ചെയ്തു, ചുംബിക്കുകയും ചെയ്തു. ഉറ്റവർക്ക് ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പയെ, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ, ഭാര്യയെ, മക്കളെ വേണമെങ്കിൽ ചുംബിക്കാം, കാണാം. ഇതൊക്കെ സുന്നത്തല്ല. റസൂലുള്ള ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ചില മതക്കാർക്കിടയിലുണ്ട് അന്ത്യചുംബനം എന്ന് പറഞ്ഞിട്ടൊരു കർമ്മം. അങ്ങനെ നമുക്ക് ഇല്ല, സുന്നത്തില്ല. അന്ത്യചുംബനം എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മമില്ല. എന്നാൽ വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹം കൊണ്ട് സങ്കടവും സ്നേഹവും കലർന്ന അവസ്ഥയിൽ, പ്രത്യേക വൈകാരികാവസ്ഥയിൽ ഒന്ന് ചുംബിച്ചു പോയാൽ അത് തെറ്റല്ല, അനുവദനീയമാണ് എന്ന് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഫുഖഹാ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അനുവദനീയം മാത്രം. ഈ അനുവദനീയമായ കാര്യം വഴി ഒരിക്കലും ഹറാമുണ്ടായിക്കൂടാ. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും മയ്യിത്ത് കണ്ടുകൂടാ. ഇത് നിർബന്ധമായി നാം തീരുമാനമെടുക്കണം, പ്രാവർത്തികമാക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ഭാഗം അടുത്ത ആഴ്ച പറയാൻ സമയം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും റബ്ബിന്റെ പ്രീതിയിലും വഴിയിലുമാക്കി മാറ്റി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.